ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് അളവിൽ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടല ഞാനിവിടെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തതാണ്. അത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 3 അല്ലെങ്കിൽ 4 വിസിൽ ആവുന്ന സമയം കൊണ്ട് തന്നെ കടല ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. ഞാനിവിടെ 4 വിസിലിന് ശേഷം ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കടലയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ചേനയും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചേനയും പച്ചക്കായും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വെജിറ്റബിൾസ് വേറെയും ചേർത്ത് കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ 2 കപ്പ് കടലയും 2 കപ്പ് അളവിൽ നേന്ത്രക്കായും 2 കപ്പ് അളവിൽ ചേനയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടല കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പം വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്ന സമയം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം ഉടനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂട്ടുകറിക്ക് നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ വറുക്കാനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തേങ്ങ വറുത്ത് ചേർക്കുന്നതും അതുപോലെ തന്നെ അവസാനം തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കുന്നതും ആണ് കൂട്ടുകറിക്ക് പ്രധാനമായും ടേസ്റ്റ് നൽകുന്നത്. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ചെറുതായിട്ട് ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയം വരെ നമുക്ക് ഈ രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കിയെടുത്താൽ നമ്മൾക്ക് സദ്യകളിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തേങ്ങയെല്ലാം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ തേങ്ങ കുറവാണെങ്കിൽ 1 കപ്പ് തേങ്ങ വറുക്കാനും അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ 3/4 കപ്പും എടുത്താൽ മതി. പിന്നീട് നമ്മൾ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഇവിടെ ഇതിൻ്റെ മൂടി ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 1 വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേനയും കായും എല്ലാം കുക്കായിട്ടുണ്ടാവും. കൂടുതൽ വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് 1 വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്ത തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം അല്പം വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഈ സമയത്തെല്ലാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചേനയും കായും എല്ലാം ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കുന്നതാണ്. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചൂടാക്കിയെടുക്കുന്നത്. അതിനുശേഷം തേങ്ങ വറുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാൻ. കാരണം അല്ലെങ്കിൽ ഇത് ചൂടാറുന്ന സമയമാകുമ്പോഴേക്കും വളരെ ഡ്രൈ ആയി പോവും. അപ്പോൾ ഇങ്ങനെ ഒരു ലൂസായ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ സമയത്ത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ തേങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക്
1/4 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് കായയിലേക്ക് മുളകും മഞ്ഞളും ചേർക്കുന്ന സമയത്ത് കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തതിൻ്റെ എരിവാണ് ഇതിന് പ്രധാനമായിട്ടും ഉണ്ടാവുക. കായയും ചേനയും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് മുഴുവനായി പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി തേങ്ങാക്കൊത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ ആ വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർത്ത് കഴിയുമ്പോൾ കൂട്ടുകറി കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സദ്യയിൽ ഉണ്ടാക്കുന്ന അതേ കൂട്ടുകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്ത ശേഷം നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കൂട്ടുകറിയിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് കൂട്ടുകറി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ കൂട്ടുകറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് കൂട്ടുകറി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് താഴെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചാനലിൽ ഞാൻ ഒരുപാട് ഓണവിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം തീർച്ചയായും വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ കൂട്ടുകറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ റോസ്റ്റ് ചെയ്തത് ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.